ഹലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് നമ്മൾ ദിവസേന ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഇപ്പം ചിലരുടെ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ വിജയത്തിൻ്റെ ചവിട്ടുപടികൾ ഇങ്ങനെ കയറുമ്പോൾ മറ്റു ചിലർ ഒന്നുമല്ലാതായി മാറുന്നത് നമുക്ക് ചുറ്റും തന്നെ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണാറുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റായിട്ടും അതിൻ്റെ പിന്നിൽ അവരുടെ കഴിവുണ്ട്, ഭാഗ്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു സീക്രട്ട് ഉണ്ട് അതിന് പിന്നിൽ. അവർ ഫോളോ ചെയ്തു വരുന്ന ശീലങ്ങൾ. ഇപ്പം നമ്മുടെ ശീലങ്ങൾ അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ നിൽക്കുന്നിടത്ത് തന്നെ നിർത്തുന്നത്. അപ്പം ഇന്ന് ശീലങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. രവി അർജുൻ, രണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു, നെയ്ബേഴ്സ് ആയിരുന്നു, ഒരുമിച്ച് കളിച്ചു വളർന്നു. അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങളും ഒരേപോലെയായിരുന്നു. സ്വപ്നങ്ങളും അവർ ഒരുപോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. രണ്ടുപേരും നല്ല ആസ്പിറേഷനുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി, ജോലിയിൽ പ്രവേശിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രവി ആദ്യം ചെയ്യുന്നത് TV ഓൺ ചെയ്യുക, പിന്നെ സോഷ്യൽ മീഡിയാസിൽ ഇങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്രീ ടൈം മുഴുവൻ രവി ഇങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. രവിയുടെ അഭിപ്രായത്തിൽ ജീവിതം വളരെ ഷോർട്ടാണ്, ലൈഫ് വളരെ ഷോർട്ടാണ്, എൻജോയ് ചെയ്യാൻ ഉള്ളതാണ് എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു രവി. പക്ഷെ മറു സൈഡിൽ അർജുനാണെങ്കിൽ ഈ കിട്ടുന്ന ഫ്രീ ടൈമിൽ ഒരു അരമണിക്കൂറെങ്കിലും 30 മിനിറ്റെങ്കിലും അയാൾ പഠിക്കാൻ വേണ്ടി, എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ബുക്സ് വായിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ആണ് സമയം സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അർജുൻ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തു. ഇതിനകം കോഴ്സുകൾ ചെയ്തു, ചില കോഴ്സുകൾ ചെയ്തു, ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്ത് സ്കിൽസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഇതിനോടൊപ്പം തന്നെ, ജോലിയോടൊപ്പം തന്നെ അയാൾ ഒരു സൈഡ് ബിസിനസ് തുടങ്ങുകയും ചെയ്തു. അയാൾ കുറച്ചുകൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. പക്ഷേ രവി ആണെങ്കിലോ നിന്നെടുത്ത് തന്നെ നിന്നു. അയാൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല, അയാൾക്കൊരു ഡെവലപ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അയാൾ കിട്ടിയ ഫ്രീ ടൈം മുഴുവൻ വെറുതെ കളഞ്ഞു. ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് പ്രൊഡക്റ്റീവ്ലി. ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തില്ല. പക്ഷെ അർജുൻ നല്ല ബുദ്ധിപൂർവ്വം അയാളുടെ ആസ്പിറേഷൻ അനുസരിച്ച്, അയാളുടെ ഡ്രീംസിനനുസരിച്ച് അയാൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോയി. അങ്ങനെ അയാൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ എന്താണ് അവർ തമ്മിലുള്ള അവരെ രണ്ടുപേരും രണ്ട് ട്രാക്കിലൂടെ, അതായത് ഒരാൾ വിജയത്തിൻ്റെ പടികൾ കയറി, ഒരാൾ ആ നിന്നെടുത്ത് തന്നെ നിന്നു. ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ഇവിടെ ബുദ്ധിയല്ല, കഴിവല്ല, ഒന്നുമല്ല ഇവിടുത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇവിടെ രണ്ടുപേരെയും രണ്ട് റൂട്ടിലേക്ക് തിരിച്ചുവിട്ടത് അവരുടെ ശീലങ്ങളാണ് അല്ലേ? ഈ സ്റ്റോറിയിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അവരുടെ ശീലങ്ങളാണ്. ബുദ്ധിയും കഴിവുമൊക്കെ രണ്ടുപേർക്കും ഒരുപോലെ തന്നെയായിരുന്നു അല്ലേ? ഒരുപോലെ ആസ്പിറേഷൻസ് ഉള്ളവരായിരുന്നു അവർ, ഒരുപോലെ ജോലിയിൽ പ്രവേശിച്ചവരാണ്. പക്ഷെ അവരുടെ ശീലങ്ങളാണ് അവരെ ബാക്കി ഫ്യൂച്ചർ തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ശീലങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. അത് വളരെ സൈലൻ്റ് ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു തുള്ളി വെള്ളം ഒരു പാറപ്പുറത്ത് ഒരു ദിവസം വീണ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. പക്ഷെ ഡെയിലി ഇങ്ങനെ ഒരു ഡ്രോപ്പ് വെള്ളം ആ സെയിം സ്ഥലത്ത് ഇങ്ങനെ വീണുകൊണ്ടിരുന്നാലോ ആ പാറപ്പുറത്ത് പോലും ചെറിയൊരു കുഴിവ് വരും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങൾ. ഇപ്പം ഒരാൾ ഒരു ദിവസം 10 പേജ് വായിക്കണമെന്ന് വിചാരിക്കാം. പക്ഷെ അത് ഒരു വർഷം കൊണ്ട് അതൊരു ചെറിയ കാര്യമാണ് അല്ലേ? ഒരു ദിവസം ഒരു 10 പേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാര്യമാണ്. പക്ഷേ ഒരു വർഷമാകുമ്പോൾ അയാൾ 15 ബുക്കിൽ കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. അത്രയും നോളജ് അയാൾ അക്വയർ ചെയ്തിട്ടുണ്ടാവും, അത്രയും സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, ചെറിയ കാര്യമാണ്. നമ്മൾ വിചാരിക്കും വളരെ ചെറിയ കാര്യം, ലൈറ്റ് തിങ് എന്ന് പറയും. ഇന്നല്ലേ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് കളയും. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അത് ഡെയിലി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ ശീലങ്ങൾ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഫസ്റ്റ് തിങ്, ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. ചെറിയൊരു തുടക്കം. ഈ വലിയ മാറ്റങ്ങൾ ആദ്യം പ്രതീക്ഷിക്കരുതെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ,
നമ്മൾ എക്സസൈസ് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് എക്സസൈസോ അല്ലെങ്കിൽ ഒരു വാമപ്പ് ആദ്യത്തെ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രാജുവലി അത് വർക്കൗട്ടിലേക്ക് മാറിയാൽ മതി. പിന്നെ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം നമ്മൾ ഡെയിലി ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരിക്കൽ ആക്കണം, പിന്നെ ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ ആക്കണം, പിന്നെ 3 ആഴ്ചയിൽ ഒരിക്കൽ, അങ്ങനെ മാറ്റം വരുത്താം. പിന്നെ ബുക്ക് വായിക്കണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ ബുക്ക് ഒരു 10 മിനിറ്റ് വായിച്ചാൽ മതി. ആദ്യം ഒരു 5 പേജ് വെച്ച് വായിച്ചാലും മതി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു തുടക്കം ആദ്യം കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ നമുക്കത് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. എപ്പോഴും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൺസിസ്റ്റൻസി ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, ഹെൽത്ത് ഇഷ്യൂസ് വരാം, നമുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസൗകര്യം വരാം. അപ്പോൾ അത് കാരണം നമ്മൾ പല കാര്യങ്ങളും ചിലപ്പം ചില ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അടുത്ത ദിവസം നമുക്ക് പറ്റുന്ന ദിവസം നമ്മളത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ മാക്സിമം പറ്റുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, നല്ല ശീലങ്ങൾ എളുപ്പമാക്കുക, ഈസി ആക്കുക, ബാഡ് ഹാബിറ്റ്സ് ഹാർഡാക്കുക. അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പം വായിക്കണം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട്, അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് പെരുമാറുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വായിക്കുന്ന ബുക്ക് കൊണ്ടുവയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ വയ്ക്കാം. അപ്പോൾ എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് വായിക്കാം. പക്ഷേ നമുക്കിപ്പം വേണ്ട, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ മനസ്സിലെങ്കിൽ എന്ത് ചെയ്യണം, നോട്ട് ബൈ എന്നുള്ളതാണ് ഓപ്ഷൻ. അത് വാങ്ങിക്കാതിരിക്കുക. അപ്പം നമ്മളിങ്ങനെ വാങ്ങിക്കാതിരിക്കുമ്പോൾ ഒരാഴ്ച നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്രേവിങ് കുറയും, അതിനോടുള്ള ക്രേവിങ്. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പോൾ അത് കോമ്പൻസേറ്റ് ആവുകയും ചെയ്യും. നമുക്ക് മറ്റു ഫുഡിനോടുള്ള ക്രേവിങ് പതുക്കെ ഗ്രാജുവലി കുറയുകയും ചെയ്യും. അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമുക്ക് സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് വയ്ക്കുക. ഒരു ബുക്കിൽ നമ്മൾ ഒന്ന് എഴുതി വെക്കുക. നമ്മുടെ പ്രോഗ്രസ്, നമ്മുടെ ബെറ്റർമെൻറ്റ്, ഓരോ ദിവസം നമ്മൾ എത്ര ബെറ്റർ ആകുന്നു എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ ഇന്ന് 5 മിനിറ്റ് വായിച്ചു, ഇന്ന് നമ്മൾ ജങ്ക് ഫുഡ് കഴിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരു 10 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തു, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, 21 ഡേയ്സ് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ സെറ്റാകും. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ഹാബിറ്റായി മാറും എന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഓക്കെ, അതിപ്പം നല്ലതായാലും ശരി ചീത്തയായാലും ശരി, ഒന്ന് ഓർക്കുക, നമ്മുടെ ഇന്നത്തെ ശീലങ്ങളാണ് നാളെ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് നമ്മൾ എന്താകും അല്ലെങ്കിൽ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. അത് മാത്രം ഓർത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ശീലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പതിവായിട്ട് തുടർന്ന് വരുന്ന ഹാബിറ്റ്സ്, നിങ്ങളുടെ റുട്ടീൻസ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ചിലപ്പം ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.